വലിയ കുഞ്ഞിനോട് എന്റെ മനസ്സിൽ നന്ദിയും ബഹുമാനവും മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു വിധ ഇഷ്ടങ്ങളും അടുപ്പവും എനിക്ക് വലിയ കുഞ്ഞിനോടില്ല. ഇത് മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. എന്റെ അമ്മയാണ് എനിക്ക് ഏറ്റവും വലുത്. ആ അമ്മയുടെ തലയിൽ കൈവച്ച് ഞാൻ കള്ളം പറയില്ല. എന്നെ വിശ്വസിക്കണം. അമ്മയെ തൊട്ട് നീ ചെയ്ത ഈ സത്യം ഓർമ്മ വേണം എപ്പോഴും. ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നാ അറിയാലോ ഞങ്ങളെ. നിന്നെ മാത്രമല്ല, ആ തന്തയും ആ തടിയും ചെറുക്കനെയും കൂടി തീർക്കും ഞങ്ങള്. വാ ആന്റി. ഒരാളെ തൊട്ട് കള്ളസത്യം ചെയ്താ ദോഷാന്നാ പറയണേ. അവരെന്നെ മരിച്ചുപോയ അമ്മയെ തൊട്ട് വരെ സത്യം ചെയ്യിച്ചു. മരിച്ചിട്ട് പോലും സമാധാനം തരാൻ ഈ മോൾക്ക് കഴിയുന്നില്ലല്ലോ അമ്മ. എന്നോട് ക്ഷമിക്ക്. ഈ പാപിയായ മോളിപ്പ് ചെയ്തത് കള്ളസത്യമാ. കള്ളസത്യം. എനിക്ക് നിന്റെ മനസ്സ് നിറയെ വലിയ കുഞ്ഞമ്മേ സത്യം ഞാനീ പറയണേ. ഞാൻ മനസ്സുകൊണ്ട് വലിയ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇനി അത് മായ്ച്ചു കളയാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാ. ഒരുപാട് ഇഷ്ടമാ. ഒരുപാട്. അമ്മ എന്നോട് ക്ഷമിക്ക്. ചെയ്തത് തെറ്റാ, പാപം. അവർ രണ്ടാളും വന്നൊരു ആക്രമണമായിരുന്നു. വല്യകുഞ്ഞിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ആകെ ആടിപ്പോയി. അപ്പോഴാ അമ്മയുടെ പടം എടുത്ത് മുന്നിൽ പിടിച്ചത്. ഒരു നിമിഷം ഒന്നും ചിന്തിക്കാൻ പറ്റാതെയാ ഞാൻ സത്യം ചെയ്തു പോയത്. കള്ളസത്യം. അതും മരിച്ചുപോയ അമ്മയുടെ പടത്തിൽ കൈവച്ച്. ചെയ്തത് തെറ്റായി പോയി. മഹാപാപം. മരിക്കും മുമ്പ് ഒരു ദിവസം പോലും പാവ എന്റെ അമ്മ സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. പരലോകത്തെങ്കിലും എന്റെ അമ്മയ്ക്ക് സമാധാനം കൊടുക്കാൻ ഇപ്പൊ എനിക്ക് പറ്റുന്നുമില്ല. മരണശേഷവും മക്കള് ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ പരേതാത്മാക്കളുടെ മോക്ഷപ്രാപ്തി ഇല്ലാതാക്കുമെന്നാ ഇവിടെ ചിലര് പറഞ്ഞ്. മാതൃശാപം കിട്ടാതെ മഹാമായ
എന്നെ കാത്തു രക്ഷിച്ചോളണേ. ഷടാ, ഇതൊരു തൊഴുത് കഴിഞ്ഞില്ലേ? വാ, എനിക്ക് സ്കൂളിൽ പോകാനുള്ളതാ. തിരിച്ചു പോകാം. നീ പൊയ്ക്കോ, ഞാൻ 108 പ്രദക്ഷിണം കഴിഞ്ഞേ മടങ്ങും. 108 പ്രദക്ഷിണോ? എന്തിന്? നമ്മുടെ അമ്മയ്ക്ക്. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. മാഡം, അമ്മേ, മികച്ച ബിസിനസ്മാൻ അവാർഡ് അടുത്ത ഫ്രൈഡേ സിംഗപ്പൂർ വെച്ച്. ഗുഡ്. നന്നായി. അപ്പോഴേക്കും കല്യാണമൊക്കെ കഴിയുമല്ലോ. 2 ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ അവാർഡ് വാങ്ങാൻ പറ്റില്ലായിരുന്നു. അമ്മ എന്തൊന്നും പറയാത്തെ? അഖില ഇന്ന് മൗനവ്രതത്തിലാ, അതാ ഒന്നും മിണ്ടാതിരിക്കുന്നത്. സോറി അമ്മേ, ഞാൻ അറിഞ്ഞിരുന്നില്ല. ഷോ, സോറി ചേച്ചി, ഞാനും അതങ്ങ് മറന്നുപോയി. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇടവ മാസത്തിലെ പൗർണമി നാളിൽ അഖില മൗനവ്രതമെടുത്ത് വിളക്ക് വെക്കാറുണ്ടല്ലോ. വിലാസിനെ അത് മറന്നോ? ഇന്നലെ ആന്റി എന്നോട് ആന്റിക്ക് വേണ്ടി ഒരു വിളക്ക് വെക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെ 25 വർഷമായിട്ട് ആന്റി മൗനവ്രതം എടുക്കുന്ന കാര്യം അറിഞ്ഞില്ലല്ലോ. ഗ്രേറ്റ് ആന്റി. രാവിലെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും മൗനവ്രതം എടുത്തേനെ. കൊള്ളാം. മൗനവ്രതം എടുക്കുന്നത് ഈസിയാണെന്നാണോ നിന്റെ വിചാരം? പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാ. അതെ, ഇതത്ര ഈസി അല്ല പ്രിയങ്ക. ഇന്നത്തെ സൂര്യോദയം മുതൽ നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെ പച്ച വെള്ളം പോലും കുടിക്കാതെ, ഒരു വാക്ക് പോലും ഉരിയാടാതെ വ്രതം എടുക്കണം. അതാ ഇപ്പൊ അഖില ചെയ്യുന്നത്. ഓ ഗോഡ്, അപ്പൊ ഉപവാസം ഉണ്ടല്ലേ? ആന്റി ഇത്രയും കഠിനമായി വ്രതം എടുക്കുന്നത് എന്തിനാ? വീടിന്റെ ഐശ്വര്യത്തിനും ഭർത്താവിന്റെ ആയുസ്സിനും വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. മഞ്ഞളും കുങ്കുമവും വച്ച് ഭഗവാന് മൺചിരാതിൽ വിളക്ക് വച്ചാൽ മനസ്സിൽ എന്താഗ്രഹിക്കുന്നോ അത് നടക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത.
കല്യാണം കഴിഞ്ഞവര് മാത്രമേ ഈ പൂജ ചെയ്യാൻ പാടുള്ളൂ അല്ലേ? അങ്ങനെയൊന്നുമില്ല. കല്യാണം കഴിക്കാത്തവര് മനസ്സിന് ഇഷ്ടപ്പെട്ട ആളിനെ കിട്ടാനും കല്യാണം നല്ല രീതിയിൽ നടക്കാനും വേണ്ടി കുങ്കുമവും മഞ്ഞളും മൺചിരാതിൽ തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. മനസ്സിൽ എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചോ അത് നടക്കും. വിളക്ക് വെക്കുന്നത് സൂര്യാസ്തമനത്തിന് ശേഷമായിരിക്കണമെന്ന് മാത്രം. എന്താ, അഖിലയ്ക്ക് വേണ്ടി ഇന്ന് പ്രിയങ്കയ്ക്ക് വിളക്കെടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ഞാൻ എപ്പോഴേ റെഡിയാ. ആന്റി പറഞ്ഞാ മതി. പോയി. ഇനി എനിക്ക് വിളക്ക് തെളിയിച്ച് ദേവിയോട് പ്രാർത്ഥിക്കാം. നീ ഇവിടെയുള്ള കാര്യം ഞങ്ങൾ അറിയില്ലെന്ന് വിചാരിച്ചോ? പ്രിയങ്കേ, ഇവള് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവളാ. പാവം പൈതല്. അല്ലടി, നീ എന്തിനാ വിളക്ക് വെക്കുന്നേ? എന്താണാവോ തൃച്ചംബരത്തിലെ ജോലിക്കാരിയുടെ ആഗ്രഹം? അതാ എനിക്കറിയില്ലേ. ഇവള് മോഹിക്കുന്ന ആളുമായിട്ട് കല്യാണം നടക്കണം.
അതാ ഈ രഹസ്യമായി വിളക്ക് വെക്കല്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ആ, വിളക്ക് വെക്കുന്നൊക്കെ നല്ലത് തന്നെ. പക്ഷെ നീ ആരെ ഭർത്താവായിട്ട് കിട്ടാനാണാവോ ഈ പ്രാർത്ഥിച്ച് മുടിയാൻ വന്നിരിക്കുന്നെ? ചോദിച്ചത് കേട്ടില്ലേടി? നീ ആർക്ക് വേണ്ടിയാ ഈ വിളക്ക് വെക്കുന്നേന്ന് ഉത്തരം പറയടി. അത് ആർക്കും വേണ്ടിയൊന്നുമല്ല, വെറുതെ വിളക്കഴിച്ച് പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ. അത് കൊള്ളാം. ഈ രാത്രിയിൽ നീ ഇവിടെ വന്ന് ചുമ്മാ വിളക്ക് വെക്കുന്നു. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാനെന്ന്. കൊള്ളാം, നന്നായി ബോധിച്ചു. എന്നാലേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് നടക്കില്ല, നടക്കാൻ സമ്മതിക്കില്ല ഞങ്ങള്. അവളുടെ ഒരു വിളക്ക് വെക്കലും മണ്ണാങ്കട്ടയും. പ്രിയങ്കേ, കണ്ടില്ലേ പൊട്ടി തകർന്നു കിടക്കുന്നത്? അതോടൊപ്പം ഉടച്ചെറിഞ്ഞേക്കണം നിന്റെ ഉള്ളിലിരിപ്പും. അവള് രാത്രിയിൽ വിളക്ക് വെക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നിന്നെ ഈ പരിസരത്ത് കണ്ടേക്കരുത്. എന്താടി നോക്കുന്നേ? പോടി, പോകാൻ. പോകാൻ പറഞ്ഞ നോക്കി നിൽക്കുന്നു. എടി പോ. Changes occurring naturally are called natural changes. Example, change of seasons, formation of clouds. Changes occurring naturally are called natural changes. Example, change of seasons, formation of clouds. What are human-made changes? Changes that occur due to human-made efforts are known as human-made changes. Example, cooking of food, breaking of stones, changes that occur. അച്ഛൻ ജോലി കഴിഞ്ഞു വന്നല്ലേ? ഇനി യൂണിഫോം ഒക്കെ ഇട്ട് എങ്ങോട്ടാ? ആ അതെ, മാഡത്തിന്റെ ഒരു ഗസ്റ്റിനെ ഹോട്ടലിൽ നിന്നും എയർപോർട്ട് വരെ കൊണ്ടാക്കാൻ പോണം. ഈ രാത്രിയിലോ? പിന്നെ അല്ലാതെ ഇന്ന് പോകാനുള്ള ഇന്ന് തന്നെ പോയാലല്ലേ പറ്റൂ. അതുകൊണ്ട് എന്റെ മോനെ കാപ്പിയൊക്കെ കുടിച്ച് നല്ലോണം പഠിച്ച് നല്ല മിടുക്കനാകാൻ നോക്ക്. അല്ലെങ്കിലേ രാത്രിയും പകലും ഇല്ലാതെ അച്ഛനെ പോലെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരും. അച്ഛൻ നോക്കൂ, ഞാൻ പഠിച്ച് കളക്ടറാവും. അന്ന് അച്ഛനെ പോലെ യൂണിഫോം ഇട്ട ഒരു ഡ്രൈവർ ആയിരിക്കും എന്റെ വണ്ടി ഓട്ടിക്കുന്നത്. അപ്പോ ജില്ലാ കളക്ടർ എന്ന ബോർഡ് വെച്ച കാറിൽ ഞാൻ എന്റെ അച്ഛനെ ഇരുത്തി നാടെല്ലാം ചുറ്റിയടിക്കും. പ്രോമിസ്. അയ്യോ, അതൊന്നും വേണ്ടായേ. നമ്മളിങ്ങനെ ഡ്രൈവറായി തന്നെ ജീവിച്ചു പൊക്കോളാം. മോനിരുന്ന് പഠിക്കേ, അച്ഛൻ പോയിട്ട് വരാം. ആ ശരി അച്ഛാ. ആ, നീ കിടന്ന് ഉറങ്ങിയേക്കരുത്. ചേച്ചി വിളക്കോ മറ്റേ വെക്കാൻ പോയതാ. അവളിപ്പോ ഇങ്ങെത്തും. ചേച്ചി വന്ന ശേഷം അത്താഴം കഴിച്ച് രണ്ടുപേരും കിടന്നുറങ്ങിക്കോ. അച്ഛൻ വരുമ്പോ വിളിക്കാം കേട്ടോ. ശരി അച്ഛാ. ആ, ചൂടാറുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേ. ശരി. Changes that occur due to human-made efforts are known as human-made changes. ശരി എന്നാ. സോറി ആന്റി, ഒരു അർജന്റ് കോളായിരുന്നു. നമുക്കെന്നാ പോയാലോ? അതിനിപ്പൊ പെട്രോൾ അടിച്ചിട്ട് വരാന്നും പറഞ്ഞിട്ട് പോയ ഡ്രൈവർ വന്നില്ലല്ലോ. ഇത്ര നേരമായി, ആൾക്കാരും പോയി കഴിഞ്ഞു. അത് സാരമില്ല ആന്റി, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വണ്ടി വിളിക്കാം. ഇപ്പൊ ഇങ്ങെത്തും. പ്രിയങ്ക, ഒരു മിനിറ്റ്. അതാ നോക്ക് ആരാ വരുന്നേന്ന്. കണ്ടില്ലേ, നേരത്തെ നമ്മൾ സമ്മതിക്കാത്തത് കൊണ്ട് എല്ലാരും പോയി കഴിഞ്ഞപ്പോ നമ്മൾ അറിയാതെ വന്നിരിക്കുക അവള് വിളക്ക് വെക്കാൻ. ഇവളെന്ന് ആനന്ദിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് വിളക്ക് വെക്കുന്നെങ്കിൽ ഇവളെ വെള്ള തുണിയിൽ പുതച്ച് തലയ്ക്കിൽ വിളക്ക് വെപ്പിക്കും ഞാൻ.
ആന്റി കണ്ടോ? വാ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം.